ഓ, ഈ അലാറം ദൈവമേ, കുഞ്ഞെഴുന്നേക്കോ നിർത്തട്ടെ. ഇവളിത് രാവിലെ ഇതെവിടെ പോയി? അടുക്കളയിൽ നിന്നാണല്ലോ ആ തട്ടും മുട്ടും ബഹളമൊക്കെ കേൾക്കുന്നത്. ആ ഹോ, പേടിച്ചു പോയല്ലോ. ഒരു കുഞ്ഞുണ്ടായിട്ട് ഈ കേട് മാറിയിട്ടില്ലേ? എന്താ ഉദ്ദേശം? ഇല്ല, അത് ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. നമ്മൾ പണിയെടുക്കുന്നു, അതിന് കൃത്യമായിട്ട് നല്ലൊരു കൂലിയും സമ്മാനവും കിട്ടുന്നു. അപ്പം നമുക്ക് വീണ്ടും വീണ്ടും പണിയെടുക്കാനുള്ളൊരു ആഹാരം കൂടുകയല്ലേ ചെയ്യുന്നത്, അല്ലാണ്ട് കുറയുമല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ആഗ്രഹം കുറഞ്ഞിട്ടില്ലടി. എന്ത് പറഞ്ഞാലും ഉണ്ട് ഇതുപോലത്തെ വൃത്തിയായിട്ട് ന്യായങ്ങൾ. ഹോ, എൻ്റെ ദൈവമേ, സൺഡേ ആയിട്ട് എല്ലാവരും പള്ളിയിൽ പോയി. നിങ്ങൾക്കൊന്നും പോകണ്ടായോ? പോയിക്കൂടെ? പള്ളിയിൽ പോകണോടി? അതിനു മുമ്പ് നീയല്ലേ പറഞ്ഞത് നിനക്കാണെങ്കിൽ അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന്, കുക്കിനെയും കൂട്ടി. അതുകൊണ്ട് പോകുന്ന വഴിക്ക് നിങ്ങളെയും കൂടെ ആക്കാം. നീയും വേഗം ഒരുങ്ങി ഇറങ്ങ്, തിരിച്ച് വന്നിട്ട് കഴിച്ചാൽ മതി. അവളെ എഴുന്നേപ്പിക്ക്, പോയി കുളിപ്പിക്കുന്നിട്ട്. ആ ശരി, എനിക്ക് അവളെ പോയി എണീപ്പിക്കട്ടെ. നിത്യ, നീ ഇതും കൂടെ കഴിക്കേ. ഈ കുറച്ചല്ലേ ഉള്ളടി, ഇതും കൂടെ കഴിക്കാതിരുന്ന് എങ്ങനെയാ? ആരോഗ്യമൊക്കെ വീണ്ടും എടുക്കണ്ടേ? റയാൻ, എനിക്ക് മതി. എൻ്റെ വയറ് നിറഞ്ഞു. എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ എന്തിനാണ് റയാൻ ഇങ്ങനെ വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊച്ചിട്ടനോട് പറഞ്ഞതാ ഒരു ഹോം നഴ്സിനെ വെക്കാമെന്ന്. എനിക്കിത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നിത്യ? ഇനി നീ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ മഹൽ മനുഷ്യനിലായിരിക്കും നിൻ്റെ കിടത്തം മാറ്റുന്നത്. റയാൻ, നീ ഇത് ദേഷ്യപ്പെടാൻ ഞാൻ പറഞ്ഞതല്ല. നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ തരുന്ന ആഹാരം നീ ഒന്ന് കഴിക്ക്. എന്താണ് എൻ്റെ നിത ഇത്ര കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന? പോകാൻ സമയമായില്ലേടി? അതൊന്നുമില്ല എൻ്റെ ഈച്ചായ. നമ്മുടെ റിയാണെങ്കിൽ നാളെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമല്ലേ. അവൾക്ക് കുഞ്ഞിനൊന്നും പറ്റാതെ സുഖപ്രസവം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതാ. നീ പേടിക്കേണ്ടടി നിത, ഒന്നും കർത്താവ് വരത്തില്ല. അവർക്കാണെങ്കിൽ നല്ലൊരു കുഞ്ഞിനെ കിട്ടും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ആ, എങ്കിൽ വായിച്ചേ, നമുക്ക് ഇറങ്ങിയേക്കാം. റിയയും ജിമ്മിനും കൂടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരുമ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ? കോപ്പ്, ഈ പെൺകുത്തിരി ശരിയാവില്ല. റിച്ചാർഡ്, ഒന്ന് ഹെൽപ്പ് ചെയ്തേ. വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണം, എനിക്ക് വേണം. ഞാൻ ഇവിടെ കുറേ നേരത്തേക്ക് മാറ്റി തന്നിരിക്കുന്ന കണ്ടില്ലേ? എൻ്റെ വൈറ്റ് ഡ്രസ് എടുത്തോണ്ട് വാ പപ്പ. ഓഹ്, മൂഡ് പോയി. ഈ കുരിപ്പ് അവളെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വേണം വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതല്ലേ. ഉത്തരവ് പോലെ എൻ്റെ മഹാറാണിയേ. എന്തൊക്കെയായിരുന്നു രാവിലെ കൂലി ചെയ്തതാ, പണിയെടുത്തിട്ട് സമ്മാനമാ സ്നഗ്ഗിയിട്ടുകൊണ്ട് നിൽക്കുന്നത്. ഹിജായ ചെല്ല്, ഞാനാണെങ്കിൽ അവളെ റെഡിയാക്കിക്കൊണ്ട് വന്നേക്കാം. കാർ പോയി എടുത്തോ. ഇതിന് ഞാൻ തിരിച്ചു വന്നിട്ട് പ്രതികാരം ചെയ്യും. ആയിക്കോട്ടെ, ഇപ്പം ചെല്ല്. റിയ, അതെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? നീ പതുക്കെ എഴുന്നേറ്റ് നമുക്ക് പോകാം വീട്ടിൽ. ഇച്ചായ, ഞാൻ ഓക്കെയാ, പക്ഷെ എന്താണെന്നറിയത്തില്ല, ഒരു പെയിൻ പെട്ടെന്ന്. റിയ, നീ ഇവിടെ തന്നെ ഇരിക്കേ, ഞാനിപ്പോൾ ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരാം. നമുക്ക് വീട്ടിൽ പോകണ്ട, ഒന്നൊരു ഡോക്ടറിനെ കാണാം. പറ്റുന്നില്ല, നല്ല പെയിൻ. റിച്ചാർഡ്, വണ്ടി എടുത്താ നട അടയ്ക്കുന്നതെല്ലാം പെത്തുവോ എന്തോ. ചെല്ലണേ. കിടന്ന് മരിക്കാതെ തന്നെ നേഹ, നട എടുക്കുന്നതിനും എത്തിച്ചാൽ പോരെ. ഇന്നെൻ്റെ ഭാര്യയെ കുറച്ച് ഭക്തി കൂടുതലാണല്ലോ, എന്നാണാവോ? നാണമില്ലേ മനുഷ്യർക്ക്? സ്വന്തം ഭാര്യനെയാണ് ഇങ്ങനെ നോക്കുന്നത്. സ്വന്തം ഭാര്യനെ അല്ലേ, അല്ലാണ്ട് വല്ലോണ്ട ഭാര്യനെ നോക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ എവിടെ പോകുന്നുള്ള ബോധം വേണം കേട്ടോ. ഈ നീ തന്നെയല്ലേ ഓരോന്ന് കാണിച്ച് വഴി തെറ്റിക്കുന്ന? ഓർമ്മയുണ്ട്. ആ കാണുന്ന അമ്പലത്തിലേക്കല്ലേ എത്തി? ഹാവോ, വാ, കയറുന്നില്ല റിച്ചാർഡ്? ഓ ഇല്ലായേ, കയറിക്കോ. ഞാൻ കയറിയിട്ട് ഇനി അകത്തിരിക്കുന്ന ആൾക്കൊന്നും സംഭവിക്കണ്ട. ഇവിടുത്തെ നാട്ടുകാരല്ലേ. ചുമ്മാ ദൈവദോഷം പറയല്ലേ കേട്ടോ. എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. വാ കുട്ടാ. പോയിട്ട് വരാമേ പപ്പ. ടാറ്റാ. ഓക്കെ, പോയിട്ട് വാ കേട്ടോ കുഞ്ഞ. എടാ, ഇത് പെട്ടെന്ന് എന്നാ പറ്റിയതാ? ഞാനാണെങ്കിലും നിത്യയുടെ കൂടെ ഉണ്ടായിരുന്നു, അതാ ഞാൻ ഓടി വന്നത്.
ഞാൻ ഇച്ചായനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, റിച്ചാർഡിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് എന്നെ പറ്റിയതൊന്നും എനിക്കും അറിയത്തില്ല ഇച്ചായ. ഇവിടെ ഫൈനൽ ചെക്കപ്പും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ പെയിൻ കൂടി. പിന്നെ ഞാൻ ഡോക്ടറിനെ അറിയിപ്പിച്ചപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റായി. എടാ ജിമിനെ, ഇത് എന്ത് പറ്റി പെട്ടെന്ന്? ഒന്നും സംഭവിക്കില്ല കേട്ടോ. അവൾക്ക് ഡ്യൂ ഡേറ്റ് അടുത്തിരിക്കലായിരുന്നോ? നീ വിഷമിക്കേണ്ട കേട്ടോടാ ജിമിനെ, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടും. ഞാൻ റിച്ചാർഡിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ വരും. റിച്ചാർഡ്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേഗം വിട്. എനിക്ക് നിതീച്ച് വിളിച്ചിട്ട് മുതലേ സമാധാനമില്ല. നിന്റെ ടെൻഷൻ കണ്ടെത്തോന്ന് നിന്റെ ഭാര്യയെ പ്രസവിക്കാൻ കിടക്കുന്നത്. ആ എഴുവാടി. റിയ പ്രസവിച്ചു, ആൺകുഞ്ഞാണേ. ഇന്ന് കുഞ്ഞിനെ പിടിച്ചോ. എൻ്റെ ഈശ്വര, ഒത്തിരി നന്ദി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് തന്നല്ലോ എൻ്റെ ഭാവി. എൻ്റെ നീത, ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ, നീ കരയാതെ. നിതീച്ചി, കുഞ്ഞിനെ കാണിച്ചേ. അയ്യോടാ, എൻ്റെ ക്യൂട്ട്. എൻ്റെ റിയാമ്മേനെ പോലെ തന്നെ ഉണ്ട്. ശരിയാ നീ പറഞ്ഞത്. പിന്നെ ഭാര്യയെ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ക്യൂട്ട് വണ്ണിനെ നമുക്കും കൊണ്ടുവന്നാലോ? അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ആ നിൽക്കുന്ന ക്യൂട്ടിനെയും കൊണ്ട് തൃപ്തിപ്പെടുക കേട്ടോ. എനിക്കെൻ്റെ കുഞ്ഞ് മാത്രം മതി. നീതാ മമ്മി, എന്നെ കൂടെ കാണിച്ചേ. വാവയെപ്പോഴും എൻ്റെ കൂടെ കളിക്കാൻ വരുന്നേ ചക്കരുമ്മ. വാവ പിന്നെ വരും കേട്ടോ. അതുവരെ നീ പപ്പയുടെ കൂടെ കളിച്ചോ. നീ കുറേ നേരമായോ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല സാർ, സാറ് പറഞ്ഞോളൂ. നിന്നെ ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയത് എൻ്റെ മോൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ്. അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് എനിക്കറിയണം. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ രവിനെ വേണം. അതിന് നീ മഹൽ മനുഷ്യനുള്ള എല്ലാവരെയും കരയിപ്പിക്കണം. ഏറ്റവും കൂടുതൽ കരയേണ്ടത് അവളാണ്, ആ നേഹ. സാറ് പേടിക്കേണ്ട, ഈ കേസ് ഞാൻ അന്വേഷിച്ചോളാം. പിന്നെ തെളിവുകളായിട്ട് ഞാൻ അവിടെ ചെന്ന് കണ്ടോളാം. ഇന്ന് ഇതിലവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നീ വെച്ചോ, നിനക്ക് ഉപകാരപ്പെടും. ശരിയെന്നെങ്കിൽ ഞാൻ പോവാം. Neha, just 2 minutes. Neha, how is it? I love you so much. Love you too. നീ കിടന്നുറങ്ങിക്കോ. എന്താണ് എൻ്റെ മര്യാദനൊരു കള്ളച്ചിരി? അതോ ഓരോ ദിവസം പോകുമ്പോൾ എൻ്റെ ഭാര്യയുടെ എനർജി അങ്ങ് കുറയുവാണോ? അയ്യടാ, ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാണ്ട് നിങ്ങളുടെ ശക്തി കൂടി വരുന്നതിൻ്റെ അല്ല. എന്തെങ്കിലും കിടക്കുന്ന നാളെ നേരത്തെ പോകേണ്ടതല്ലേ. നിനക്കെന്നാ പറ്റിയുടെ ജിമിനെ? നിന്നെ കാണാനിപ്പോൾ ഒരു സൂമ്പിനെ പോലെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നിച്ചായ കുഞ്ഞ് ഉറങ്ങുന്നില്ലെന്നേ. രാത്രിയാകുമ്പോൾ കുഞ്ഞ് എഴുന്നേക്കും. ഉറക്കം അങ്ങ് ശരിയാകുന്നില്ല. സാരില്ലടൂവേ, നീ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ. എൻ്റെ പൊന്നോ, ഈ സമയത്ത് എൻ്റെ ശവത്തെ കുത്താതെ. അങ്കി നീ ഇന്ന് ഓഫീസിൽ വരണ്ടടാ. നിനക്ക് നീ പിന്നെ രാത്രി ആ ഹാളിൽ വന്ന് കിടന്നുണ്ടായിരുന്നോ? ഹാളിൽ വന്നിട്ട് അവൻ ഉറങ്ങിയതും കൂടെയാണ്. നിൻ്റെ ഭാര്യയുടെയും പ്രണയ സൽക്കാരത്തിൻ്റെ സൗണ്ട് അവിടെ വരെ കേൾക്കാം. അന്നേരം പിന്നെ ഇവന് ഉറങ്ങുമോ? പെണ്ണ് കേട്ടാതെ തനിക്ക് കുശുമ്പല്ലേടോ. അതവിടെ വരെ കേൾക്കായിരുന്നു. ദൈവമേ, ബാ എല്ലാരും. ഈ കമ്മിയാണെങ്കിൽ അവിടെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ബാ. നീ ഇരിക്കുന്നില്ലേടാ ജിമിനെ? കഴിക്കുന്നീ? ഇല്ല ചേച്ചായ, ഇപ്പം ഇല്ല. റിയാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കിയിട്ട് ഇപ്പം വരുവേ. ഞാൻ അവളുടെ കൂടെ ഇരുന്നോളാം. നിങ്ങൾ കഴിച്ചോ. ഇന്ന് എന്താണ് അവ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പവും ചിക്കനും ആടാവേ, കഴിക്കേ. എൻ്റെ പൊന്നടി നേഹ, നീ പയ്യെ കഴിക്കേ. ഇതിപ്പോൾ കോഴിയുടെ ഇല്ല നിൻ്റെ തൊണ്ടക്കുരുങ്ങുമല്ലോ. പണ്ടൊക്കെ ഇവളോട് ചിക്കനൊക്കെ കഴിക്കാൻ പറയുമ്പോൾ അയ്യോ ഞാൻ ഈ ഫാമിലിയില്ലേ, ഞാൻ ഇതൊന്നും കഴിക്കത്തില്ലെന്ന് പറയുന്ന ആളാ. ഇപ്പം കണ്ടില്ലേ, നീ ഗുണ്ടാവുന്നുണ്ട് കേട്ടോ. മമ്മീനെ പപ്പ ഒന്നും പറയണ്ട. മമ്മി എന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം. അത് നീ പറഞ്ഞത് ശരിയടി കുക്കി, നല്ല സോഫ്റ്റാ. റൂമിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാ സോഫ്റ്റാന്ന് പപ്പയ്ക്ക് അറിയാവുന്ന? അതെങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ അതൊരു സീക്രട്ടാ അല്ലേടി നേഹേ. ഓ, ഈ രണ്ടെണ്ണത്തിൻ്റെ കാര്യം മര്യാദയ്ക്കിനും കഴിക്കടാ. എനിക്കിന്ന് മീറ്റിംഗും ഉണ്ട്. കുക്കിക്കാണെങ്കിൽ നേഴ്സറിയിലും പോകണം. ആഹാ, ഇതാരിത്? ദേശീയനൊക്കെ കഴിഞ്ഞിട്ട് എത്തിയോ? എൻ്റെ കൊച്ചേട്ടൻ ജീവനോടെ ഉണ്ടോ? നിൻ്റെ കൊച്ചേട്ടന് ഒരു പ്രശ്നവും ഇല്ല. എന്നെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കുക്കിക്കുട്ടാ. ആ റീച്ചിലെ, നീ എത്തിയോ?
നേഹ ഇങ്ങോട്ടൊന്ന് വന്നേ. അവിടെ ഒരു ഫയൽ കാണുന്നില്ല, നീ ഒന്ന് തപ്പി തന്നെ അതൊന്ന്. ആ ടേബിളിലില്ലേ, ഇതൊക്കെ ഇവിടെ കൊണ്ട് വെക്കുന്നു. എടി കുഞ്ഞിനെ നോക്കുകയാണ് ഞാനിപ്പം വരുന്നേ. എന്താ ഉദ്ദേശം ശരിക്കില്ല? ദുരിദ്വേഷ. എനിക്ക് ഇങ്ങനെ അറിയിച്ചില്ലാണ്ടി എല്ലാ ദിവസവും നേച്ചറിലൊക്കെ നിന്നും ഫയൽ കാണാത്തപ്പോൾ പപ്പാക്കൊന്നും സൂക്ഷിക്കാറില്ല. ആണോ എൻ്റെ കുക്കുട്ടി? ആ നമുക്ക് പപ്പയ്ക്ക് 2 റങ്ക് കൊടുക്കാം. ഇവിടെ നിൻ്റെ മമ്മി വരുന്നു. ഫയൽ കിട്ടിയോ? ആ കിട്ടി. എന്താടി ഒരു ആക്കിയ ചോദ്യം? ഈ ചേനാണെങ്കിൽ മീറ്റിംഗ് ഹാളിലേക്കും പോയി. വാ മോനെ, നമുക്കാണെങ്കിൽ നീശ്വരി പോകണ്ട എൻ്റെ കുഞ്ഞെ. ആണോ? എനിക്ക് പിന്നെ ഞാനും വരുന്നടി. ഓടെ ഗുഡ് ഗേളായിട്ട് ഇരുന്നോണം. ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകല്. ആർക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ പെൻസിലൊക്കെ ഷെയർ ചെയ്തോണം കേട്ടോ. ഫുഡൊക്കെ ഓക്കെ എന്നെങ്കിൽ മമ്മി വൈകിട്ട് ഒന്ന് വിളിക്കാവേ. ഓക്കെ മമ്മി, ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. ചക്കരുമ്മ. മമ്മിക്ക് മാത്രമുള്ളടി, എനിക്കില്ലേ? എൻ്റെ മമ്മിക്കും ചക്കരുമ്മ. ഹലോ, നേഹ റിച്ചാർഡ് മഹലല്ലേ? അതെ, താനാരാ? എൻ്റെ പൊന്നോ, ഇവിടെ എന്ത് സൗന്ദര്യ. ആ രവി ഇവിടെ വേണമെന്ന് വാശി പിടിച്ചില്ല, ഞാനൊരു തെറ്റും കാണുന്നില്ല. ഹലോ മിസ്റ്റർ, തന്നോടുള്ള വിളി ചോദിച്ചത് താൻ ആരെന്ന്? താൻ എന്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക? ഓ സോറി, ഞാനിവിടുത്തെ സ്ഥലം SP. രവിയുടെ തിരോധാനത്തിൻ്റെ കേസ് ഞാനിപ്പോൾ അന്വേഷിക്കുന്നത്. നേഹ സ്റ്റേഷൻ വരുന്ന വരേണ്ടി വരും. ലുക്ക് മിസ്റ്റർ, താങ്കൾ ഈ പറയുന്ന രവി എന്ന് പറഞ്ഞത് എന്നെ പഠിപ്പിച്ചിരുന്ന സാറാണ്. അതിൽ കവിഞ്ഞ് ഞങ്ങൾ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല, എനിക്ക് വരാനും പറ്റില്ല. ഈസ് ഇറ്റ്? രവിയുടെ കൂടെ നീ താമസിച്ചിരുന്നപ്പോഴല്ലേ നീ പ്രഗ്നൻ്റ് ആയത്? ഈ കുഞ്ഞന്നേരം രവിയുടെയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇപ്പം നീ പൊക്കോ, ഞാൻ മഹൽ മനുഷ്യനെ എടുത്തോളാം. അപ്പോഴാണെങ്കിലേ നിന്നെ രക്ഷിക്കാൻ നിൻ്റെ ഭർത്താവിനെ പറ്റുമെന്ന് പോലും എനിക്ക് ഡൗട്ട്. അത് നീ ഇവിടെ പുതിയതായതുകൊണ്ട് നിനക്ക് തോന്നുക. നീ കാല് കുത്തി നോക്ക്. നേഹേ വാടി. എന്താണ് അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി പാടാ. ഇന്നത്തെ മീറ്റിംഗ് നല്ല സക്സസ് ആയതില്ല, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കമ്പനിക്ക് കുറച്ചും കൂടെ ഗ്രോത്ത് വരും. ഇനി ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. അതേ ഉള്ളൂ എനിക്കൊരു പ്രാർത്ഥന. ഈ ചായനാണെങ്കിൽ അത് പേടിക്കേണ്ട, ഇനിയൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഞാനില്ലേ താങ്ങും തണലുമായിട്ട് ചായൻ്റെ കൂടെ. അന്നെങ്കിൽ ശരി, ഞാനാണെങ്കിൽ റയാന ചായൻ്റെ കൂടെ ഒരു ക്ലബ്ബിൽ പോവാം കേട്ടോ, 2 അടിക്കാൻ. ഒരു മയത്തിലായിക്കോട്ടെ, നേഹയ്ക്ക് വിഷമം ഉണ്ടാക്കല് കേട്ടോ. നേഹ, ഞാനോർത്ത് നീയാണെങ്കിൽ അവൻ്റെ കൂടെ വരത്തുള്ളതെന്ന്. എന്നെ പറ്റി നേരത്തെ എടി, നീ ഈ കൊച്ചിനെ ഒന്ന് പിടിച്ച് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരുന്നേ. ചെറിയൊരു തലവേന, അതുകൊണ്ടാണ്. ഞാനിവിടെ നോക്കിക്കോളാം. അവൾ കുളിച്ച് കഴിഞ്ഞാൽ തോന്നി അവളുടെ അടുത്ത് കൊണ്ട് കൊടുത്തോളാം. പോയിക്കോ. കുഞ്ഞിനെ ഇങ്ങനെ തന്നേരെ, എന്നിട്ട് നീയും പ്രിയയും കൂടെ പോയി ലഞ്ച് കഴിക്കേ. എന്താന്ന് ചേച്ചി? പിന്നെ ഇന്നത്തെ മീറ്റിംഗ് സക്സസ് ആയിരുന്നു കേട്ടോ. എന്നോട് റേച്ചൽ വിളിച്ചു. ആ, നീ ഇന്ന് നേരത്തെ എത്തിയോ? പാടി ഇരുന്ന് കഴിക്കാം. നിൻ്റെ മുഖത്ത് തന്നെ ഒരു വല്ലായ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, ഞാൻ പറയാം, നീ ഇരിക്കേ. ആ റിച്ചാർഡ്, നീ എത്തിയോ? കുഞ്ഞാണെങ്കിൽ താഴെയാ, ഞാൻ എടുത്തോണ്ട് വരാം. ഈ ഡോർ അടയ്ക്കാതെ അവളാണെങ്കിൽ നിതീച്ചയുടെ കൂടെ പോയതാ. നിനക്കെന്നെ ഒരു വല്ലയമ്മ, നീ കുടിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട് സന്തോഷം വന്നപ്പോൾ ചെയ്തതാ. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ അല്ലേടി നേഹേ? ഇച്ചയ അത് ഇന്ന് നമുക്ക് അതെന്താ ഇവിടെ ഇരിക്കേ? നീ പീരിയഡ്സ് അല്ലല്ലോ, പിന്നെന്താ?
പോയാലോ ഇന്ന്? പപ്പയുടെ പറഞ്ഞാലോ? ഇതെന്താ പെട്ടെന്നൊരു പിക്നിക്ക്? ആരാ ഈ ഐഡിയ പറഞ്ഞു തന്നത്? വേറെ ആരും നിന്റെ കെട്ടിയാൻ തന്നെ ആയിരിക്കും. എടി നേഹ, ഒരു പ്രശ്നമുണ്ട്. ISP മാൻഷനിൽ വന്നിട്ടുണ്ട്. അവിടെ അച്ഛനുമായിട്ട് സംസാരിക്കുക. SP-യോ? അതെന്താ നേഹ? ഇപ്പം മിസ്റ്റർ റിച്ചാർഡിന് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി കാണുമല്ലോ. താങ്കളിവിടെ വളർത്തുന്ന കുട്ടി രവിയുടെയാണെന്നാണ് അവരുടെ വാദം. ആ കുട്ടിയുടെ കസ്റ്റഡി അവർക്ക് വേണമെന്ന്. എന്താണ് നേഹ, ഇന്നലെ നമ്മൾ കണ്ട കാര്യം വീട്ടിൽ പറഞ്ഞില്ലല്ലേ? ഇല്ല, ഞാൻ ആർക്കും വിട്ടു തരില്ല. അത് എൻ്റെ റിച്ചാർഡിനെ കുഞ്ഞ. നേഹ, ഓക്കെ, നിൻ്റെ വിഷമം കാണുമ്പോൾ ഈ കേസ് എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ തോന്നുന്നു. ഞാനങ്ങനെ ചെയ്യാം. പക്ഷേ പേരിനൊരു തെളിവെടുപ്പിന് നീ എൻ്റെ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വന്നാൽ മതി. നീ എന്താടാ പറഞ്ഞതെന്നായി? ഒന്നും പറഞ്ഞ് രണ്ടാമത്തേന് ഭാര്യ കൂട്ടിക്കൊടുത്തവന്മാരൊക്കെ വേറെ കാണാം. ആ കൂട്ടത്തിൽ നീ റിച്ചാർഡ് മഹലിനെ കാണരുത് കേട്ടോ. നീ ഇപ്പോൾ പൊക്കോ, ജീവൻ വേണമെങ്കിൽ. നീ കരയേണ്ട നേഹ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് നീ ആദ്യം വന്ന് പറയേണ്ടത് ഭർത്താവായ എന്നോടാ. അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം തന്നത്. വന്നോ? ഒരടിയും സ്വന്തം പെണ്ണുമ്പളൊക്കെ കൊടുത്തിട്ട് നീ ഇതെങ്ങോട്ട് പോയതാ? അറിയാണ്ട് പറ്റിപ്പോയി. നീ ഇതെന്ത് ഭാവിച്ച റിച്ചാർഡ്? സ്ത്രീകളൊക്കെ തല്ലുന്നതേ അത്ര വലിയ ആണത്തായിട്ട് നീ കരുതണ്ട. നീ ഇന്നലെ ഏത് കോലത്തിലാണ് കയറി പോയതെന്ന് എനിക്കറിയാം. പിന്നെ ഇന്നലെ ആണെങ്കിൽ കുക്കിമോള് നിതീച്ചിയുടെ കൂടെ കിടന്നതെന്നും എനിക്കറിയാം. എന്താ അവിടെ നടന്നതെന്നും എനിക്കറിയാം. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നോ ഇന്നലെ? അപ്പോഴത്തെ ദേഷ്യത്തിന് പറ്റിപ്പോയതാ. ഞാൻ സോറി പറഞ്ഞ് തീർത്തോളാം പ്രശ്നം. സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാൻ അവളിവിടെ വേണ്ടേ? അവളിവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയി. നീ ചെല്ല്, ഇന്ന് തീർക്കാനാണെങ്കിൽ ഇന്ന് തന്നെ ചെല്ല്. ഇത്രയും ചെറിയ പ്രശ്നത്തിന് അവൾ പിണങ്ങി വീട്ടിൽ പോയോ? എങ്കിൽ അവിടെ നിൽക്കട്ടെ. ഞാൻ ഡിസ്ചാർജ് ആവുന്ന ദിവസം നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വന്നതേ ശ്രദ്ധിക്കുന്നു. നിന്റെ മുഖത്തെന്തോ ഒരു വിഷമം. മോളെന്തി? പ്രശ്നമൊന്നുമില്ല നിത്തേച്ചി. നിത്തേച്ചി ഡിസ്ചാർജ് ആറുവല്ലേ. അപ്പം പിന്നെ വീട്ടിൽ 2 ദിവസം ഞാൻ വന്ന് നിൽക്കുന്ന ഏരി, അത്രേ ഉള്ളൂ. മോളെയാണെങ്കിൽ ഞാൻ നഴ്സറിയിലാക്കി. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം വീട്ടിലാണ്. ഇപ്പോൾ കൊച്ചേട്ടൻ വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാവേ. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞു, നമുക്കെങ്കിൽ ഇറങ്ങിയേക്കാം അല്ലേ? ഇത് മഹൽ മാൻഷൻ അല്ല, ഇടിച്ചു കയറി നിനക്ക് ഇങ്ങോട്ട് കയറി വരാം. റിച്ചാർഡ്, അവിടെ നിൽക്കടാ നീ അവിടെ. ഹെഡോ കാർന്നവരെ, തൻ്റെ മകനൊരു തെറ്റ് ചെയ്ത് അതിന് ഞാൻ അവന് ശിക്ഷ കൊടുത്തു. അവൻ്റെ അപ്പനായ നീ വീണ്ടും ആ തെറ്റ് ചെയ്യുക. നിനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അന്വേഷണത്തിലായിരുന്നു. എനിക്ക് ഒരു പേരക്കുഞ്ഞുണ്ടെന്ന്. അത് നിൻ്റെ മകളാണോന്ന് എനിക്ക് സംശയമുണ്ട്. നീ അന്വേഷണത്തിൽ അറിഞ്ഞേ ശരിയാ, നിനക്കൊരു പേരക്കുട്ടിയുണ്ട്. പക്ഷെ അത് എൻ്റെ കൂടെയുള്ള എൻ്റെ മകളല്ല. ഞാൻ അവളെ കാണിച്ചു തരാം. എൻ്റെ മോള്, തൻ്റെ കൊച്ചുമോള്, രവി സാർ തന്ന സമ്മാനം. ഇനിയെങ്കിലും ഈ പണത്തിനോടുള്ള ആർത്തി വിട്ട് അവൾക്ക് നല്ലൊരു മുത്തശ്ശനായിട്ട് ജീവിക്കാം. ഞാൻ കാട്ടിത്തരാം എൻ്റെ മോളെ. ഞാൻ തന്നെ വെറുതെ വിടുക. ഇനിയെങ്കിലും താൻ നന്നായി ജീവിക്കുക. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ? ഞാൻ നിൻ്റെ മോളെ നിൻ്റെ അപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ ഇവിടെ തുറന്നു വിട്ടുകൂടെ? അങ്ങനെ നീ പറയാതടാ. നിനക്കൊരു കൂട്ടാളിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇനി ഇവൻ കാണാം. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിനെ പറ്റി നീ പറഞ്ഞ് മനസ്സിലാക്കിയവനെ. എൻ്റെ തല കറങ്ങുന്നത് എവിടെയാണ്? ഞാൻ ജീവനായി കരുതുന്ന എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചതിന് 2 പേരും ഇത് അനുഭവിക്കണം. അപ്പം ഞാൻ പോവുക. കൂട്ടിക്കിടക്ക് നീയൊക്കെ.
ഒന്നവിടെ നിന്ന് എവിടെയായിരുന്നു? കുക്കിമോള് വന്നിട്ടുണ്ട്, പക്ഷെ നേഹ വന്നിട്ടില്ല. പോയി വിളിച്ചിട്ട് വാ. അതെ, അവളെ വിളിച്ചോണ്ട് നീ വീടിനകത്ത് കയറിയാൽ മതി. ചെല്ല്. എന്താണ് ഇവിടെ വഴുതെറ്റി വന്നതാണോ? പതുക്കെ പിടിക്കിച്ചായ, ഞങ്ങളെ കൊല്ലുവോ? ഞാൻ പറഞ്ഞേ പതുക്കെ പിടിക്കാൻ, കേട്ടോ? സോറി, അപ്പുറത്തെ ദേഷ്യത്തിനെ പറ്റിപ്പോയത്. അതെന്നാ ഞാൻ മുറുക്കെ പിടിച്ച പ്രശ്നം. അതോ ഒരു ജൂനിയർ റിച്ചാർഡ് വരെ അറിയിച്ച്. I love you so much. I love you too.